നമസ്കാരം. സർക്കാർ ഉദ്യോഗത്തിൽ ഇരുന്ന് റിട്ടയറായ ശേഷം ഈ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് ഈ അടുത്ത കാലത്തായി പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ കാട്ടാക്കട എന്ന സ്ഥലത്തുള്ള KSRTC ജീവനക്കാരനായിരുന്ന അദ്ദേഹം റിട്ടയറായി. സുരേഷ് എന്ന 56 വയസ്സുകാരൻ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ സുജിത്ത് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛന് സംഭവിച്ചത്, ഇത്തരത്തിൽ ജീവനൊടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നമ്മളോട് വിശദീകരിക്കുകയാണ്. ഈ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിലാണ് അച്ഛനിങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറയാൻ കാരണം? 2 മാസത്തിന് മുമ്പ് വരെ ഈ ഒരു കേസ് അച്ഛൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൻഷൻ്റെ ഇഷ്യൂ അച്ഛൻ 2020 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അതിനുശേഷം എണീറ്റ് നടക്കാണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇതിൽ മരിക്കുന്ന 2 ദിവസം മുമ്പ് ഈ ഒരു കേസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ പെൻഷൻ കിട്ടാത്തതിൽ വിഷമമുണ്ട്. പെൻഷൻ കിട്ടാത്തതിനുള്ള വിഷമം പിന്നെ അങ്ങോട്ട് ചികിത്സയുടെ കേസുമായിട്ട് വിഷയമുണ്ടായിരുന്നു. എന്താ വ്യക്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞത്? വേറൊന്നും ഇതെല്ലാം വേറൊന്നും സംസാരിച്ചിട്ടില്ല. എവിടെയെങ്കിലും അച്ഛൻ എവിടെയെങ്കിലും നിങ്ങളോ ആരെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട്? അല്ല, കാരണം ഇപ്പം സർക്കാർ തന്നെ ഈ ഒരു ഇതുണ്ടായിരുന്നു, കാരണം കേസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊരു നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇതിനു വേണ്ടി വേറെ പരാതി ഇല്ല. കാരണം ഇതിന് മുമ്പ് 2018 തോന്നുന്നത് ഇതേപോലെ 4-5 മാസത്തെ പെൻഷന് മുടക്കം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര മാസത്തെ പെൻഷൻ അന്ന് കിട്ടാനുണ്ടായിരുന്നു? 2 ഈ മാസം കൂടെ ആകുമ്പോഴായിരിക്കും 3 മാസം ആവുമെന്നാണ് തോന്നുന്നത്. 2 മാസം ഉണ്ടായിരുന്നു. ഒരു മാസം അച്ഛന് എത്ര പെൻഷൻ ഉണ്ട്? എനിക്കതിനെ കുറിച്ച് വ്യക്തമല്ല, അറിയില്ല. എന്തായാലും ഇതിനെ കുറിച്ച് ഒരു വിഷമം പറഞ്ഞിരുന്നു. അതെ, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്നലെ തൊട്ടെന്തോ പെൻഷൻ കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. അച്ഛനെ എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഏത് ഡിപ്പോയിലായിരുന്നു? KSRTCയിലായിരുന്നു. പാപ്പനംകോടായിരുന്നു. അവസാനം റിട്ടയർഡ് ആയപ്പോൾ പാപ്പനംകോട് നിന്നാണ് റിട്ടയർഡ് ആയത്. വേറെ അച്ഛനും മറ്റെന്തെങ്കിലും വിഷമമുള്ളതായി? ഇല്ല, വേറൊരു വിഷമമുള്ള കേസും പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇപ്പോൾ നിലവിൽ പെൻഷൻ പിന്നെ കിട്ടിത്തുടങ്ങിയോ? പിന്നെ എന്തെങ്കിലും പിന്നെ ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അല്ല, അവരുടെ KSRTCയിലുള്ള അവിടെ പാപ്പനംകോടുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരായിരിക്കണം എന്തോ പെൻഷൻ യൂണിയനിലുള്ള ആൾക്കാരാണെന്നൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇനി അടുത്തിനിയുള്ള എന്താണെന്നുള്ള കേസുള്ള സംസാരിച്ചിരുന്നു. അതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ ഒട്ടനവധി 4ാമത്തെ പിന്നെ ഇങ്ങനെ ഒരു ജീവനൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരികളോട് എന്താണ് പറയാൻ? കാരണം ഇതിപ്പോൾ മക്കൾ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, അമ്മയച്ഛനൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യവും കുറച്ച് കഷ്ടം തന്നെയാണ്. കാരണം വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു പെൻഷൻ്റെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. മക്കളോ വേറൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു പെൻഷൻ മുടങ്ങാതെ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു. എന്തായാലും സുരേഷിന് 2 മാസത്തെ പെൻഷനാണ് ലഭിക്കാനിരുന്നത്. അതിലുള്ള മനോവിഷമം മകനുമായും ബന്ധുക്കളുമായും സുരേഷ് പങ്കുവച്ചിരുന്നുവെന്നും സുരേഷിൻ്റെ മകൻ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാത്തതിൻ്റെ പേരിൽ സർക്കാർ നേരിട്ടത് 2 വർഷത്തിനിടെ 15 കോടതിയലക്ഷ്യ നടപടികളാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ 4 പേരാണ് നിലവിൽ ഇതിനകം ആത്മഹത്യ ചെയ്തിരിക്കുന്നതും എന്നതും വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.